വീക്കെൻഡ് മൂവീസ് തന്നെ ഒരു യൂണിവേഴ്സ് ആണ് അവർ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. സോ അവരുടെ എല്ലാ സിനിമകളിലും ഒരു കണക്ഷൻ ഉണ്ട്. എല്ലാം അടുത്തടുത്ത് നടക്കുന്ന ഓരോ വില്ലേജസിന്റെ പേരിൽ നടക്കുന്നത്. ഇപ്പം മിന്നൽ മുരളിയില് നടക്കുന്ന ആ ലൊക്കേഷൻ, നിങ്ങളുടെ വില്ലേജിന്റെ പേരെന്താണ്? പ്ലാച്ചിക്കാവ്. അപ്പൊ അതേപോലെ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു ലിങ്ക് ഉള്ള ഒരു ലീഡ് ടു മേ ബി ദ നെക്സ്റ്റ് പ്രോജക്ട്. നമ്മുടെ സോംബി മൂവി അത് പറയാം, അത് ഓൾറെഡി അനൗൺസ്ഡ് ആണ്. സോ ആ സോംബി മൂവിയിലേക്കുള്ള ഒരു കണക്ഷൻ ഇതിൽ ചെറുതായിട്ട് മീ ആൻഡ് ശ്രീനി ബോത്ത് ഓഫ് us മൂവി. നിങ്ങളാണ് ലീഡ് ചെയ്യുന്നത്, മെയിൻ ലീഡ് ആർട്ടിസ്റ്റ് അല്ലേ? നിങ്ങളുടെ സിനിമയാണ്. ഉജ്ജ്വലൻ ഈസ് ബേസിക്കലി നാട്ടിൻപുറം. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഭയങ്കര, ഇത് പ്രോപ്പർ എന്താ പറയണ്ടത്, എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള, അല്ലെങ്കിൽ പ്രോപ്പർ എന്താ പറയണ്ടത്, സ്ട്രിക്ട്ലി മെയ്ഡ് ഫോർ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിനിമയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെംപ്ലേറ്റ് സിനിമയാണ്, ഫോർമുല സിനിമയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാട്ടിൻപുറത്ത് ഇപ്പം ടൊവിയുടെ മിന്നൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ റൂറൽ സൂപ്പർ ഹീറോ. അതിന്റെ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അതൊരു ഏർബൻ സെറ്റിങ്ങിൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ ആണെങ്കിൽ പീപ്പിൾ കമ്പയർ സ്പൈഡർമാൻ, സൂപ്പർമാൻ, അല്ലെങ്കിൽ സെറ്റിംഗ് ആണ് ഇതിന്റെ സിനിമേനെ വ്യത്യസ്തമാക്കുന്നത്. സെറ്റിംഗ് എന്താണ്? റൂറൽ സെറ്റിംഗ്. അപ്പൊ റൂറൽ സെറ്റിംഗിൽ ഒരു ഷെർലക് ഹോംസും ഒരു നാട്ടിൻപുറത്ത് ഒരു സീരിയൽ കില്ലറും. അതാണ് അതിൻ്റെ അകത്തുള്ള സെല്ലിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. നാട്ടിൻപുറത്തെ ഡിറ്റക്റ്റീവും നാട്ടിൻപുറത്തെ പ്രത്യേകിച്ച് ഒരു ഫിക്ഷണൽ ഗ്രാമം, ഇങ്ങനെ ഒരു യൂണിവേഴ്സ്, മിന്നലിൻ്റെ പോലത്തെ സെയിം യൂണിവേഴ്സ്, അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമത്തിൽ ഇങ്ങനത്തെ കുറച്ച് ഓവർ ദ ടോപ്പ് കാരിക്കച്ചറിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സീരിയൽ കില്ലർ വരുമ്പോൾ ഉണ്ടാവുന്ന രസങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെതായിട്ടുള്ള ത്രില്ലും ഒക്കെ, ഇതാണ് ആ സിനിമയുടെ അകത്ത്